ഹലോ. ഇന്നലെ അല്ലെങ്കിൽ നവംബർ 4-ാം തീയതി നമ്മുടെ ദേവദാസൻ ജോർജ് വാഗയിലച്ഛൻ്റെ അല്ലെങ്കിൽ അച്ഛൻ പുണ്യാളൻ എന്ന് വിളിക്കുന്ന വാഗയിലച്ഛൻ്റെ 94-ാമത്തെ സ്മരണ ദിനാഘോഷങ്ങളാട്ടോ നിങ്ങളെ കാണുന്നത്. അപ്പോൾ ഇതിന് മരട് മൂത്തയുടെ മേരി മഗ്ദലിൻ ചർച്ചിലാണിത് നടക്കുന്നത്. എല്ലാ വർഷവും നവംബർ 4-ാം തീയതിയാണ് അച്ഛൻ പുണ്യാളൻ്റെ ആ ഒരു സ്മരണ ദിനം വരുന്നത്. അച്ഛൻ പുണ്യാളനെക്കുറിച്ച് ഞാൻ അറിയുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കല്യാണത്തിന് ശേഷമാണ്. അതിന് മുന്നേ കേട്ടിട്ടുണ്ടെങ്കിലും ഇതെവിടെയാണെന്നോ ഈ പള്ളി എവിടെയാണെന്നോ ഒന്നും എനിക്ക് അറിയിച്ചിട്ടില്ല. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഒരുപാട്. പക്ഷേ കണ്ടറിഞ്ഞ സത്യം എന്ന് പറയുന്ന പോലെ എൻ്റെ കല്യാണ ശേഷമാണ് ഈ ഒരു ഇടവകയായിട്ട് എൻ്റെ ഏട്ടൻ്റെ മമ്മി, അതായത് ഹസ്ബൻഡിൻ്റെ മമ്മിയുടെ ഇടവക മരട് മൂത്തേടം പള്ളിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പുണ്യാളനുമായിട്ട് അല്ലെങ്കിൽ ഒത്തിരി മമ്മിയിൽ നിന്ന് അറിഞ്ഞിട്ടുള്ള ഒരുപാട് കഥകൾ എനിക്കിങ്ങനെ കേട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു എനിക്ക്. കാരണം അന്ന് ഞാൻ വരുമ്പോൾ ധന്യനെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷമാണ് ഇപ്പോൾ ദൈവദാസനായത്. അപ്പോൾ അതിൻ്റെയൊക്കെ കഥകൾ മമ്മി ഇങ്ങനെ പറയും. ഒരുപാട് പേർക്ക് അല്ലെങ്കിൽ ഇത് അവരുടെ പള്ളിയിൽ അല്ലെങ്കിൽ മരട് പള്ളിയിൽ ഒരു അച്ഛനായിരുന്നു ഈ ജോർജ് വാഗയിലച്ഛൻ. ഒരു കുടുംബങ്ങളിൽ പോലും നമുക്ക് പട്ടിണി ഉണ്ടാകരുത് എന്ന് ചിന്തിച്ചിരുന്ന അന്നത്തെ കാലത്തെ ആ ഒരു വൈദികൻ. അതുപോലെ തന്നെ ഏതെങ്കിലും വീടുകളിൽ മക്കൾക്കൊക്കെ അന്ന് കുറേ വീടുകൾ ദാരിദ്ര്യമാണല്ലോ. അപ്പോൾ നമുക്ക് കുർബാന സ്വീകരണമൊക്കെ നടത്താൻ പറ്റാത്തവർക്ക് ഉള്ള ഡ്രസ്സ് അലക്കി തേച്ചിട്ട് വരൂ, ഞാൻ ഇവന് വിശുദ്ധ കുർബാന കൊടുക്കാമെന്ന് പറയുന്ന അല്ലെങ്കിൽ അത്രത്തോളം വീടുകളോട് ഇണങ്ങി നിന്നിരുന്ന, അതുപോലെ തന്നെ അനത ചെല്ലിക്കാനൊക്കെ കൊണ്ടുവരുന്ന പൈസ പാവപ്പെട്ടവരുടെ വീട്ടിൽ അരി മേടിക്കാൻ കൊടുത്തിരുന്ന ഒരു പുണ്യാളൻ്റെ ഓർമ്മയ്ക്കാണ് എല്ലാ വർഷവും ഇവിടെ ഈ ഒരു നേർസദ്യ നടത്തുന്നത്. രാവിലെ 9:30 കുർബാനയ്ക്ക് ശേഷം തുടങ്ങുന്ന നേർസദ്യ രാത്രി 11 മണി വരെയുണ്ട്. അപ്പം എൻ്റെ ഏട്ടനൊക്കെ എപ്പോഴും പറയും കുഞ്ഞുനാൾ മുതൽ അവർ ക്ലാസ് മുടങ്ങിയിരുന്ന ഒരു ദിവസം അച്ഛൻ പുണ്യാളൻ്റെ ഈ ഒരു ഇതിനാണ്. കാരണം ക്ലാസ്സിൽ പോയാൽ ഇത് പോകാൻ പറ്റില്ല. അന്നൊക്കെ രാത്രി വരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയ്ക്ക് അനുഗ്രഹങ്ങൾ എൻ്റെ ഏട്ടനാണെങ്കിലും ഈ കുടുംബത്തിനാണെങ്കിലും ഈ ഒരു പുണ്യാളം വഴി കിട്ടിയിട്ടുണ്ട്. മമ്മി പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ ഒത്തിരി എനിക്ക് ഇതിനോടൊരു അനുഭവങ്ങൾ തന്നെയായിരുന്നു. അതുപോലെ ഞാനും ഈ ഒരു പള്ളിയിൽ വന്ന് 15 വർഷമാകുന്നു. എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒത്തിരി അനുഭവങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഡാഡിയും മമ്മിയും വയ്യാണ്ടായതും അവർ ഒക്ടോബർ ഒരു കൊന്തമാസത്തിലാണ് അവരെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നവംബർ 4-ാം തീയതിയാണ് ഡാഡി വെൻറ്റിലേറ്ററിൽ നിന്ന് റിമൂവ് ആകുന്ന ആ ഒരു തൊട്ടനുഭവം എനിക്ക് കിട്ടിയതും. അതുകൊണ്ട് തന്നെ ഈ ഒരു പള്ളിയിൽ മാക്സിമം എത്താൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഡാഡിയും മമ്മി ഏട്ടനും എല്ലാ വർഷവും പോവും. എനിക്ക് പറ്റിയില്ലെങ്കിൽ അവിടുത്തെ നേർച്ച സദ്യ എനിക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുവരാറുണ്ട്. ഈ ഒരു നേർച്ച പായസവും ഈ പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി ഒരു അനുഭവമാണ് കേട്ടോ. താങ്ക് യു.